ജൂലൈ 1 മുതൽ രാജ്യം GSTയിലേക്ക് മാറുകയാണ്. ഒരു 20 രൂപയുടെ BSNL കാർഡ് വരും. ഈ 20 രൂപയുടെ കാർഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ വാങ്ങി മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്യുമ്പോൾ 15 രൂപ 39 പൈസ മാത്രമേ നമ്മുടെ ഫോണിലേക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി പൈസ എങ്ങനെ പോയെന്നറിയാമോ? ഇതിങ്ങനെ അച്ചടിച്ചുണ്ടാക്കി കടകളിൽ എത്തിക്കുന്നതിന് കമ്പനി നമ്മളിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങുന്നുണ്ട്. ഇതല്ലാതെ ഇതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നു 2 രൂപ 61 പൈസ സർക്കാരിലേക്ക് കൊടുക്കേണ്ട നികുതിയാണ്. ഇപ്പോഴത്തെ കാര്യമാണിത്. ജൂലൈ 1 ഇത് വീണ്ടും മാറും. രാജ്യത്തെ മൊബൈൽ സേവനങ്ങൾക്ക് മുഴുവൻ ചിലവ് കൂടാൻ പോവുകയാണ്. ജൂലൈ 1 ശേഷം ഈ കാർഡ് വാങ്ങിയാൽ 2 രൂപ 61 പൈസയുടെ സ്ഥാനത്ത് അല്പം കൂടി ഉയർന്ന തുകയായിരിക്കും. രാജ്യത്തെ നികുതി ഘടന മുഴുവൻ മാറുകയാണെന്നർത്ഥം. അതായത് എല്ലാ സാധനങ്ങളുടെയും വിലയിൽ മാറ്റം വരാൻ പോകുന്നു. അത് എന്താണെന്ന് അറിയണമെങ്കിൽ GST അഥവാ ചരക്ക് സേവന നികുതി എന്താണെന്ന് അറിയണം. റീചാർജ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാം. നമ്മൾ ഇത് വാങ്ങാനായി കടയിൽ കൊടുത്തിട്ടുള്ള പണത്തിന്റെ വലിയൊരു ശതമാനവും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ള പലതരം നികുതികളാണ്. അതായത് രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലുള്ള ഫാക്ടറിയിലായിരിക്കും ഇതുണ്ടാക്കിയിട്ടുണ്ടാവുക. അസംസ്കൃത വസ്തുക്കൾ ഒരുപക്ഷെ വിദേശത്തു നിന്ന് കൊണ്ടുവന്നതായിരിക്കും. അതിനുണ്ട് ഒട്ടേറെ തീരുവകൾ, എക്സൈസ് തീരുവ, കസ്റ്റംസ് തീരുവ എന്നിങ്ങനെ പലത്. അതിനുശേഷം ഒരു ഫാക്ടറിയിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പല തലങ്ങളിലൂടെ കടന്ന് നമ്മുടെ അടുത്തെത്തണം. നമ്മുടെ സ്റ്റേറ്റിൽ പ്രവേശിക്കാൻ ചിലപ്പോൾ എൻട്രി ടാക്സ് വേണ്ടിവരും. അതുമല്ലെങ്കിൽ പല തലങ്ങളിൽ ഇത് സംഭരിക്കുമ്പോൾ അവരെല്ലാം സർക്കാരിലേക്ക് നികുതി അടയ്ക്കേണ്ടി വരും. അവസാനം ചില്ലറ വിൽപ്പനക്കാരിലൂടെ ഇത് നമ്മുടെ കൈകളിൽ എത്തുമ്പോഴേക്കും എത്ര തുകയാണ് സർക്കാരിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നത്. സംഗതി എന്തായാലും ഈ സാധനം വാങ്ങുമ്പോൾ നമ്മൾ സർക്കാരിന് കുറെ പണം കൊടുത്തേ പറ്റൂ. എന്നാൽ പിന്നെ ഇതിങ്ങനെ പല പേരിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വാങ്ങുന്ന എന്തിനാ? ഒരുമിച്ച് നികുതി എന്നും പറഞ്ഞങ്ങ് വാങ്ങിയാൽ പോരെ? ഈ ചോദ്യം തന്നെയാണ് GSTയുടെ അടിസ്ഥാനം. ഇങ്ങനെ മറ്റൊരാൾ വഴി സർക്കാരിലേക്ക് നമ്മൾ കൊടുക്കുന്ന പരോക്ഷ നികുതികൾ എല്ലാം ഇല്ലാതാവുകയാണ്. എന്ന് വെച്ചാൽ എക്സൈസ് തീരുവ, വാറ്റ്, സർവീസ് ടാക്സ്, എന്റർടൈൻമെന്റ് ടാക്സ് ഇവയെല്ലാം വരുന്ന ജൂലൈ 1 മുതൽ ഇല്ലാതാവും. എല്ലാത്തിനും പകരം GST വരും. ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ നികുതി പിരിക്കാറുണ്ടല്ലോ. GSTയിലും അതിന് മാറ്റമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് പിരിക്കുന്ന സെൻട്രൽ GSTയും സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പിരിക്കുന്ന സ്റ്റേറ്റ് GSTകളും ഉണ്ടാവും. എല്ലാം കൂടി ഇങ്ങനെ ഒന്നാക്കിയാൽ എന്താണ് ഗുണം? ഇപ്പോഴുള്ള നികുതി ഘടനയുടെ ഈ സങ്കീർണതകൾ അങ്ങ് ഇല്ലാതെയാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ മെച്ചം. കടയിൽ പോയി നമ്മൾ വെറുതെ പൈസ കൊടുത്ത് സാധനം വാങ്ങുന്നേ ഉള്ളൂ. പക്ഷേ കടക്കാരും ഉൽപാദകരുമൊക്കെ പല തലത്തിൽ ഇത് കണക്ക് കൂട്ടിയെടുത്ത് പല ഓഫീസുകളിൽ കൊണ്ടുപോയി അടയ്ക്കണം. എല്ലാം കൂടി ഇങ്ങനെ അങ്ങ് ഒന്നാകുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയെടുത്ത് ഒരു സ്ഥലത്ത് കൊടുത്താൽ മതി. ബിസിനസ്സുകാർക്ക് ഈ കണക്ക് കൂട്ടലുകൾ കുറെ കുറച്ചിട്ട് ബാക്കി സമയത്ത് മറ്റെന്തെങ്കിലും പണി ചെയ്യാം. ഇങ്ങനെ പല പേരിൽ പലതായിട്ട് പിരിക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നികുതി വെട്ടിപ്പുകൾ ഇല്ലാതാകും എന്നുള്ളതാണ് മറ്റൊരു ഗുണം. നിലവിൽ പല സംസ്ഥാനങ്ങളിലും പലതരം നികുതികളാണുള്ളത്. ഇതെല്ലാം മാറി ഇന്ത്യ മുഴുവൻ ഒരൊറ്റ നികുതിയാകുന്നതോടെ രാജ്യം മുഴുവൻ ഒരു വലിയ മാർക്കറ്റ് ആവുന്നതിന് തുല്യമാവും. നമ്മുടെ ഇപ്പോഴത്തെ ഈ നികുതി ഘടനയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അടച്ച പണത്തിന് മുകളിൽ നമ്മൾ പിന്നെയും നികുതി അടച്ചുകൊണ്ടേയിരിക്കും. GST വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നികുതിക്ക് മേലുള്ള നികുതി ഇല്ലാതാകും എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് വിശദീകരിക്കാം. ഒരു ഫോൺ ഉണ്ടാക്കുന്നതിനുള്ള ആകെ ചിലവ് 100 രൂപയാണെന്ന് വിചാരിക്കുക. ഇതുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിയ വഴിക്ക് 10 രൂപ അയാൾ നികുതി അടച്ചിട്ടുമുണ്ടാകും. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 10 രൂപ ലാഭം കൂട്ടിച്ചേർത്ത് 110 രൂപ ഇതിന്റെ ആകെ വില നിശ്ചയിക്കും. 10% നികുതിയെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്ത് ആകെ വില 121 രൂപയായി മാറും. ഇവിടെ നിന്ന് ഈ ഫോൺ ഒരു മൊത്ത വിതരണക്കാരനിലേക്ക് എത്തും. അയാൾ അയാളുടെ ലാഭമായി 10 രൂപ കൂട്ടിച്ചേർക്കും. ഇപ്പോൾ വില 131 രൂപയായി. അവിടെയുമുണ്ട് 10% നികുതി, അതായത് 13 രൂപ 10 പൈസ. അപ്പോൾ ആകെ വില 144 രൂപ 10 പൈസയായി മാറും. പിന്നീട് ഫോൺ ചില്ലറ വിൽപ്പനക്കാരനിലേക്ക് എത്തും. അയാൾ തന്റെ ലാഭമായി പിന്നെയും ഒരു 10 രൂപ കൂട്ടിച്ചേർക്കും. അപ്പോൾ വില 154 രൂപ 10 പൈസയായി മാറും. അവിടെയുമുണ്ട് 10% നികുതി, അതായത് 15 രൂപ 41 പൈസ.
ഇപ്പോൾ ഫോണിന്റെ ആകെ വിലയാകുന്നത് 169 രൂപ 51 പൈസയാണ്. ഇവിടെ പല തട്ടിലായി 49 രൂപ 51 പൈസയാണ് നമ്മൾ നികുതി കൊടുക്കുന്നത്. ഇതേ ഫോൺ GSTയിലെത്തുമ്പോൾ 100 രൂപയ്ക്ക് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. 10 രൂപ നേരത്തെ നികുതി അടച്ചിട്ടുണ്ട്. ഉൽപ്പന്നത്തിന് 10 രൂപ ലാഭം കണക്കാക്കുമ്പോൾ ആകെ വില 110 രൂപയായി മാറും. ഇവിടെ 10% നികുതി, അതായത് 11 രൂപയാണ് നികുതി അടയ്ക്കേണ്ടത്. എന്നാൽ GSTയിൽ നികുതിക്കുമേൽ പിന്നെ നികുതിയില്ല. നേരത്തെ നികുതിയായി നൽകിയ 10 രൂപ ഇതിൽ നിന്ന് കുറയ്ക്കും. ബാക്കിയുള്ള 1 രൂപ മാത്രമാണ് നികുതി നൽകേണ്ടത്. അപ്പോൾ വില 111 രൂപയാകും. മൊത്ത വിതരണക്കാരൻ ഇതിന് 10 രൂപ ലാഭം ചേർക്കുമ്പോൾ വില 121 രൂപയായി മാറും. അതിന്റെയും 10% 12 രൂപ 10 പൈസയാണെങ്കിലും നേരത്തെ 11 രൂപ നികുതി നൽകിയിട്ടുള്ളതിനാൽ ബാക്കി 1 രൂപ 10 പൈസ മാത്രം നൽകിയാൽ മതിയാകും. അപ്പോൾ ഫോണിന്റെ വില 122 രൂപ 10 പൈസയായി മാറും. ഇത് പിന്നീട് ചില്ലറ വിൽപ്പനക്കാരനിലെത്തുമ്പോൾ അയാൾ തന്റെ ലാഭമായി 10 രൂപ കൂടി കൂട്ടിച്ചേർക്കും. അപ്പോൾ വില 132 രൂപ 10 പൈസയാകും. നികുതി വരേണ്ടത് യഥാർത്ഥത്തിൽ 13 രൂപ 21 പൈസയാണ്. എന്നാൽ നേരത്തെ അടച്ച നികുതി കഴിച്ച് 1 രൂപ 11 പൈസ അടച്ചാൽ മതിയാകും. അപ്പോൾ ആകെ വില 133 രൂപ 21 പൈസയാണ്. പല ഘട്ടങ്ങളിലായി നമ്മൾ കൊടുത്ത ആകെ നികുതി 13 രൂപ 21 പൈസ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും, 48 രൂപയ്ക്ക് മുകളിൽ നേരത്തെ നികുതി കിട്ടിയിരുന്ന സ്ഥാനത്ത് വെറും 13 രൂപയാണ് സർക്കാരിന് ഇപ്പോൾ കിട്ടുന്നത്. ഇത് വലിയ നഷ്ടമല്ലേ? ശരിയാണ്, സർക്കാരിന് കിട്ടുന്ന പണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയോ? വെറും 13 രൂപ പോലും ഈ ഒരു നികുതി ഘടനയിൽ സർക്കാരിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ശരി. അതായത് അത്ര വലിയ വെട്ടിപ്പാണ് നടക്കുന്നത്. പഴുതുകൾ അടച്ച് GST വരുമ്പോൾ ഈ 13 രൂപയെങ്കിലും സർക്കാരിന് കൃത്യമായി കിട്ടിയാൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് അത് വളരെ വലിയ കാര്യമായിരിക്കും. രാജ്യം ഒരു പുതിയ നികുതി ഘടനയിലേക്ക് മാറുമ്പോൾ എല്ലാ പ്രധാനപ്പെട്ട സേവനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും നികുതികളും പുനർനിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാനമായും 5 തട്ടുകളായാണ് ഈ നികുതി ഘടന. ദൈനംദിന ഉപയോഗത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഫ്രഷ് മാംസം, ചിക്കൻ, മുട്ട, പാൽ, തൈര്, ബ്രെഡ് എന്നിവയ്ക്കൊന്നും നികുതിയേയില്ല. ഇതിനു മുകളിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ, അതായത് ശീതീകരിച്ച പച്ചക്കറികൾ, ചായ, കാപ്പി, പാക്ക് ചെയ്ത ഭക്ഷണം എന്നിവയ്ക്കെല്ലാം ഏറ്റവും കുറഞ്ഞ നികുതിയായ 5% ഉണ്ടാകും. അതിനു മുകളിലാണ് 12%, 18% എന്നിങ്ങനെ 2 നികുതി സ്ലാബുകൾ. മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന മറ്റുൽപ്പന്നങ്ങളെല്ലാം ഈ 12%-ലും 18%-ലുമായിരിക്കും. അതിനു മുകളിൽ വരുന്ന ആഡംബര വസ്തുക്കൾക്കാണ് 28% നികുതി. ഇപ്പോഴുള്ള നികുതി നിരക്കിനേക്കാൾ GSTയിൽ ഉയർന്ന നിരക്ക് വരുമ്പോൾ വില കൂടുന്ന ചില ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമുണ്ട്. അവ ഇതൊക്കെയാണ്: മൊബൈൽ ഫോൺ, റെഫ്രിജറേറ്റർ, ടൂത്ത് പേസ്റ്റ്, AC, ഫർണിച്ചറുകൾ, വ്യായാമ ഉപകരണങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, പെയിന്റ്, ടൈൽസ്, ടയറുകൾ, പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ. ഇതുകൂടാതെ മൊബൈൽ സേവനം, സ്റ്റാർ ഹോട്ടലുകളുടെ താമസം എന്നിങ്ങനെയെല്ലാം വില കൂടും. ഇപ്പോഴുള്ള നികുതിയേക്കാൾ GSTയിൽ കുറഞ്ഞ നികുതി മാത്രം ഈടാക്കുന്ന ചില വസ്തുക്കളും സേവനങ്ങളുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ ഹോട്ടലുകളിലെ സേവനം, വളം, വീട്ടുപകരണങ്ങൾ, വീട്ടാവശ്യത്തിനുള്ള LPG, സ്റ്റീൽ പാത്രങ്ങൾ, കണ്ണട, സൈക്കിൾ, കായിക ഉപകരണങ്ങൾ, LED ലൈറ്റുകൾ, മെഴുകുതിരി, സോപ്പ്, ഐസ്ക്രീം തുടങ്ങിയവയ്ക്കെല്ലാം നികുതി കുറയും. സ്വർണത്തിന് 3% GST. ലോട്ടറിക്ക് 2 തരം നികുതിയാണുള്ളത്. സംസ്ഥാന ലോട്ടറികൾക്ക് 12%-വും മറ്റ് ലോട്ടറികൾക്ക് 28%-വും നികുതി ഈടാക്കും. ഏകീകൃതമായൊരു നികുതി ഘടന വരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് നികുതികൾ ഏർപ്പെടുത്താനോ നികുതികളിൽ മാറ്റം വരുത്താനോ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴത്തെ GST കൌൺസിൽ യോഗങ്ങളിൽ കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വെച്ച പല ആവശ്യങ്ങളും നടക്കാതെ പോയി എന്നുള്ളതും ഓർക്കണം. എന്തായാലും ജൂലൈ 1 മുതൽ രാജ്യം GSTയിലേക്ക് മാറുകയാണ്. എന്നാൽ ഇതുവരെയും GST നടപ്പാക്കാത്ത ചില ഉൽപ്പന്നങ്ങൾ കൂടിയുണ്ട്. മദ്യം, പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ഫ്യൂവൽ, വൈദ്യുതി എന്നിവയ്ക്കൊന്നും GST ഇല്ല. ഇവയ്ക്കെല്ലാം ഇപ്പോഴുള്ള നികുതി തന്നെ തുടരും. കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾക്ക് നേട്ടവും എന്നാൽ ഉൽപാദക സംസ്ഥാനങ്ങൾക്ക് ദോഷവുമായിരിക്കും GST എന്നും ചിലർ ആരോപിക്കുന്നു. ഇന്ത്യയെപ്പോലെ പലതരം സാമ്പത്തിക സ്ഥിതിയിലുള്ള സംസ്ഥാനങ്ങളുള്ള ഒരു നാട്ടിൽ ഇത്തരത്തിലൊരു ഏകീകൃത നികുതി കൊണ്ടുവരുന്നത് എത്രത്തോളം ഫലപ്രദമാകും എന്ന ആശങ്കയും ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്.